ഞാനിവിടെ ചോദിക്കാൻ എന്നുള്ളത് ചിറയൻകീഴ് ഗ്രാമപഞ്ചായത്തിലെ മേൽക്കടയ്ക്കാവൽ പ്രദേശത്താണ്. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ഇവിടെ നിരവധി പേർക്ക് ഈ കൃത്രിമ കുളങ്ങൾ നിർമ്മിച്ച് മത്സ്യം വളർത്തുന്നതിനുള്ള പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. ഈ പദ്ധതി ലക്ഷങ്ങൾ മുടക്കി നടപ്പിലാക്കിയവർക്ക് അതിന്റെ സബ്സിഡിയോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിച്ചില്ല എന്നുള്ളതാണ് പരാതി. ഈ വിഷയമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മളോടൊപ്പം ആദ്യം ചേരുന്നത് 25 വർഷത്തോളം പ്രവാസ ജീവിതം കഴിഞ്ഞ ശേഷം നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തി ഇവിടെ ഒരു ചെറിയ സംരംഭമൊക്കെ തുടങ്ങി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് കരുതിയ പ്രകാശൻ ചേട്ടനാണ്. സർക്കാരിൻ്റെ ഈ പദ്ധതിയെക്കുറിച്ച്, ഫിഷറീസ് വകുപ്പിൻ്റെ ഈ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിൽ 2 കുളങ്ങൾ നിർമ്മിച്ചു. പിന്നീട് ഇദ്ദേഹത്തിനുണ്ടായ ദുരനുഭവങ്ങൾ അദ്ദേഹം തന്നെ നമ്മളോട് പറയും. 10-30 വർഷം ഞാൻ ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് അസുഖമായിട്ട് തിരിച്ചു വന്ന് എൻ്റെ 2 മുട്ടും തേയ്മാനമാണ്. തേയ്മാനത്തെ തുടർന്ന് തിരിച്ചു വരേണ്ടി വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഈ മത്സ്യക്കുളം ഉണ്ടാക്കി അതിൽ മത്സ്യം നിക്ഷേപിക്കുക. അല്ലെങ്കിൽ അതിനു വേണ്ടി ഞാൻ ഒരു കുളം കുഴിച്ച് ഞാൻ സ്വന്തമായിട്ട് മത്സ്യമിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞത്. ഇത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അവർ ലൈസൻസും മറ്റും കാര്യങ്ങളും തരും, അതിന് വേണ്ടുന്ന പൈസയും തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരെ സമീപിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ഇത് നിങ്ങൾ 3 കുളം കുഴിച്ചാൽ നിങ്ങൾക്ക് പല സാധ്യതകളും കിട്ടും, അത് നിങ്ങൾ ചെയ്താൽ. അങ്ങനെ ഞാൻ ശ്രമിച്ച് നോക്കി 3 പേരെ പിടിച്ച്. അപ്പോൾ അവർ 3 പേര് 2 പേര് സ്ലിപ്പായിപ്പോയി. പിന്നെ ഞാൻ പറഞ്ഞ് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റുള്ളൂ, അല്ലാതെ 2-3 പേര് ഞാൻ നോക്കിയതാണ്, പക്ഷേ അവർ സഹകരിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരു കുളം ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ പറഞ്ഞ് ഒരു കുളത്തിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ അവർ ശരിയാക്കി തന്ന്. അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് ഒരു കുളം കൂടെ കുഴിച്ചാൽ നിങ്ങൾക്ക് കുളത്തിൻ്റെ പൈസ കിട്ടും, പിന്നെ മത്സ്യം തരും, പിന്നെ തീറ്റ തരും, പിന്നെ വർഷാവർഷം നിങ്ങൾക്ക് അതിൽ നിന്ന് ലക്ഷക്കണക്കിൽ ഇതിൻ്റെ ബില്ലെല്ലാം കാണിച്ചാൽ കിട്ടും. അങ്ങനെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ലതാണ്. അതിന് ഇന്ന പേപ്പറുകൾ വേണം, അതെല്ലാം ഞാൻ അവരൊക്കെ ഹാജരാക്കി. അതും പ്രകാരം അവർ ലൈസൻസ് തന്നു. ലൈസൻസിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ ഇലക്ട്രിക്കിന് വേണ്ടി അപേക്ഷിച്ച് ഇലക്ട്രിക്കിൻ്റെ പ്രകാരം തന്നെ ഒരുപാട് പൈസയാവുന്നതാണ്. കാരണം ഇത് സബ്സിഡിയുള്ള ഇലക്ട്രിക്കാണ്. അതുകൊണ്ട് അതിനുവേണ്ടി നല്ല പൈസയായി എനിക്ക്. അതിന് ശേഷം ഞാൻ പിന്നെ ഈ 2 കുളം കുഴിച്ചപ്പോഴത്തേക്ക് 3-4 മോട്ടർ വേണം. പിന്നെ അതിൻ്റെ ഫിറ്റിങ്സ്, ഓസ്, പിന്നെ ഈ മത്സ്യത്തിന് വേണ്ടി ചെയ്യേണ്ട കുളം കുഴിക്കുന്ന ഒരു ടാർപ്പയ്ക്ക് തന്നെ 10-20,000 രൂപ വിലയുണ്ട്. അത് ചിലർ അതിനെല്ലാത്ത സബ്സിഡിയും എല്ലാ GSTയും കാര്യങ്ങളൊക്കെ ഉള്ള ഇതായതുകൊണ്ട് നല്ല പൈസ ആയി. ഓരോ കുളം കുഴിക്കുന്നതിന് എനിക്കൊരു 1.5 ലക്ഷം രൂപയായി. കാരണം ഇവിടെ JCB ഒന്നും കയറാത്ത സ്ഥലത്ത് ആൾക്കാരെ വെച്ചിട്ടാണ് ഞാൻ കുളം കുഴിച്ചത്. പിന്നെ അതിൻ്റെ ടാർപ്പ് ഇട്ടു, പിന്നെ എയറേഷനും മറ്റ് ടെസ്റ്റിങ്ങും അതിന് മത്സ്യത്തിന് വേണ്ടുന്ന ടെസ്റ്റ് ചെയ്യാനുള്ള എക്യുപ്മെൻറ്റ് വാങ്ങിച്ച് പിന്നെ അതിൽ സ്വന്തമായിട്ട് ഒരാളിനെ കൂടെ വെച്ചിട്ട് ഇതെല്ലാം ശരിയാക്കി അതിന് ശേഷം വെള്ളം നിറച്ച് ആണ് മത്സ്യം. ഞാൻ 2ലും എൻ്റെ സ്വന്തം പൈസയിൽ മത്സ്യം ഇട്ട് ഇരുന്നപ്പോഴത്തേക്ക് ഇവർ പൈസ തരാമെന്നും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും എൻ്റെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയതിന് ശേഷം ഒരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് ഇനി നിങ്ങൾ ഇതിനു വേണ്ടി വരണ്ട, എല്ലാ പൈസയും നിങ്ങളെ ബാങ്കിൽ വരും എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് 2 പേര് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് ഇന്ന പേപ്പറുകളിലൊക്കെ ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ ഒപ്പിട്ട് കൊടുത്ത്. ഇതെല്ലാം പേപ്പറുകൾ ഈ ബാങ്കിൻ്റെ ഡീറ്റെയിൽസുകൾ, പിന്നെ മത്സ്യം തരുന്നതിന് വേണ്ടുന്നത്, പിന്നെ എല്ലാ ഫുഡ് വാങ്ങിയതിൻ്റെ അതെല്ലാം അവർക്ക് കൊടുത്ത്. ഫുഡിന് തന്നെ ഞാൻ 3 ലക്ഷം രൂപ ഫുഡിൻ്റെ പേപ്പറുകൾ എൻ്റെ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഫുഡ് മീൻ കൊടുത്തതിൻ്റെ ബില്ല്, പിന്നെ മീൻ ന്യായമായിട്ട് എല്ലാ ബില്ലുകളും സിദ്ദിഖ് എന്ന് പറയുന്ന ആൾ എൻ്റെ ഇന്ന് കോർഡിനേറ്റർ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ട്.
പിന്നെ അവിടെ ഞാൻ ഇതിനു വേണ്ടി ഒരു 3 പ്രാവശ്യം ട്രിവാൻഡ്രത്ത് പോയിട്ടുണ്ട്. 3 അല്ല 5 പ്രാവശ്യത്തോളം DD ഓഫീസിൽ, ഡെപ്യൂട്ടി ഡയറക്ടറുടെ ഓഫീസിൽ പോയിട്ടുണ്ട്. പിന്നെ മറ്റ് എല്ലാവരെയും ഈ വകുപ്പിലുള്ള ഡയറക്ടർ, പിന്നെ ജൂനിയർ ഡയറക്ടർ, പിന്നെ ഇവരെല്ലാം ഇവിടെ വന്ന് കണ്ടിട്ടുമുണ്ട്. ഇവർ കണ്ടിട്ട് പറഞ്ഞ അതെല്ലാം ശരിയാണ്, നിങ്ങൾ എല്ലാം നമ്മൾ പൈസ വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ പോയിട്ട് അവർ ചെയ്തൊന്നും ശരിയല്ല. ഞാൻ അതിന് ശേഷം മീൻ വളർത്തുന്നതിൻ്റെ എല്ലാ ഇതും അവർക്ക് ഇങ്ങനെ കൈമാറിക്കൊണ്ടിരുന്നു. അവസാനം അവരൊരു പറഞ്ഞ് ഞാൻ പറഞ്ഞ് മീഡിയയിലിടും, അങ്ങനെ ഇടും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞ് ഇല്ല, നമ്മൾ ചെക്ക് തരാം, നിങ്ങൾക്ക് പോയി കിട്ടേണ്ട എല്ലാം കിട്ടും എന്ന് പറഞ്ഞ് എനിക്ക് 2 ചെക്ക് തന്ന്. ആ ചെക്കും പ്രകാരം ഞാൻ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവർ എപ്പോഴും വിളിച്ചാലും പറയും ഇപ്പോൾ ട്രഷറി പോയിട്ടുണ്ട് പൈസ, നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടും. എത്ര എമൗണ്ടാണ് എഴുതിയിരുന്നത്? എല്ലാ ബില്ലുകളും അവരുടെ കൊടുത്തു കഴിഞ്ഞല്ലോ. അപ്പം എനിക്ക് കിട്ടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ലക്ഷം രൂപ ഇതെനിക്ക് ആയിട്ടുണ്ട്, തരാൻ വേണ്ടിയിട്ടുണ്ട്. അതിൻ്റെ സബ്സിഡിയാണ് ഈ 3-1 അല്ലേ സബ്സിഡി കിട്ടുള്ളൂ. പിന്നെ കുളത്തിൻ്റെ പൈസ എനിക്ക് തന്നിട്ടില്ല. കുളത്തിൻ്റെ പൈസയും തരാമെന്ന് പറഞ്ഞു. ഒരു 2 ലക്ഷം രൂപയോളം ഈ എക്യുപ്മെൻറ്റ്, കുളം, ഓസ്, പിന്നെ ഇലക്ട്രിക് ഇത് ചാർജ്, പിന്നെ ഇലക്ട്രിക് ബില്ല് തന്നെ എനിക്ക് ഒരു മാസം 2000 രൂപ വെച്ചാവും. 2 കുളത്തിനും കണ്ടിന്യൂസ് ആയിട്ട് ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യണം, വെള്ളം ടെസ്റ്റ് ചെയ്യണം, പിന്നെ വെള്ളം അടിച്ച് കളയണം, പുതിയ വെള്ളം ഫില്ല് ചെയ്യണം, പിന്നെ 2-3 പ്രാവശ്യം ഇത് ടെസ്റ്റ് ചെയ്യണം, വെള്ളത്തിൻ്റെ pH, അമോണിയ ഇതെല്ലാം ടെസ്റ്റ് ചെയ്യണം. അങ്ങനെ ടെസ്റ്റ് ചെയ്ത്, അതായത് ഒരാൾ ഇതിൻ്റെ കൂടെ എപ്പോഴും നിന്നാലേ പറ്റുള്ളൂ. അല്ലാതെ ഇതിങ്ങനെ കുഞ്ഞുങ്ങൾ എപ്പോഴും വേണമെങ്കിലും അതിനെന്തെങ്കിലും കുഴപ്പം വരാം. അതായത് വെള്ളത്തിൻ്റെ pH ഇതെല്ലാം അമോണിയ ഒക്കെ കൂടുകയും കുറയുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന സൊല്യൂഷനുകൾ ചെയ്യണം. പിന്നെ വെള്ളം മാറ്റേണ്ടടുത്ത് മാറ്റണം, ഫില്ല് ചെയ്യേണ്ടടുത്ത് ഫില്ല് ചെയ്യണം. പിന്നെ മഴക്കാലമാണെങ്കിൽ ഉറക്കമൊഴിഞ്ഞ് ഇതിന് ശുശ്രൂഷിക്കണം. മഴക്കാലത്ത് ഈ രാലി കണക്കുള്ള സാധനങ്ങൾ ഈ മൊത്തം ഇത് നിറയുമ്പോഴത്തേക്ക് മിക്കവാറും പിന്നെ ഞാൻ ഇതിന് ഇൻവെർട്ടർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മഴക്കാലം ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്നും വർക്ക് ചെയ്യാതാവും. അപ്പോൾ ഈ മീനെല്ലാം ചാടി പുറത്തു പോകും. പിന്നെ മീൻ ചാവാൻ ഒരുപാട് സാധ്യത ഉണ്ട്. അങ്ങനെ പിന്നെ ഈ ബ്രാല് കണക്കുള്ള സാധനങ്ങൾ ഇവിടെ ഓടാത്തതാണ്. അത് എന്നെക്കൊണ്ട് അവർ ബ്രാല് തന്നിട്ട് പറഞ്ഞ് കോർഡിനേറ്റർ വരും, ഒരു പ്രാവശ്യം വന്നിട്ട് ഇതെല്ലാം ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പോകും. പറയും പൈസ ഇപ്പോൾ വരും എന്ന് പറയും. അവസാനമായിട്ട് പൈസ വരാത്തപ്പോഴാണ് ഞാൻ ഈ ചെക്ക് തന്നത്. ചെക്ക് ഇപ്പോൾ ക്യാഷിൽ കിടക്കുകയാണ്. പിന്നെ ഈ 3 പാവങ്ങളെ വച്ചിട്ടാണ് ഇതെല്ലാം അവർ ചെയ്തത്. ഈ കോർഡിനേറ്റർ തന്നെ പറഞ്ഞു അവർക്ക് 10,000 രൂപ നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ ലീസിനെടുത്തു എന്ന് പറയുന്ന ഈ 3 പേര്, നുജുമ, റഷീദ മകൾ നിമിത, ഇവരെല്ലാം വലിയ വിളാകം വീട്ടിൽ ഉള്ളതാണ്. ഇവരാണ് ഈ ലീസിനെടുത്തതെന്നും പറഞ്ഞ്, എൻ്റെ ലീസിനെടുത്തുവെന്നും പറഞ്ഞ് ഇവരാണ് എടുത്തേക്കുന്നത്. ഇവര് സത്യത്തിൽ പാവങ്ങളാണ്. അവരെ കൊണ്ട് ഇതൊന്നും എടുക്കാനോ പിടിക്കാനോ എന്നുള്ള ഇതില്ല. ഇത് എടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കളിച്ചിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥരെന്ന് പറയുമ്പോഴത്തേക്ക് പെരുമാറുദേശത്ത് സിദ്ദിഖാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വേന്ദ്രൻ ഇത് ചെയ്തേക്കുന്നത്. പിന്നെ പുതുക്കുറിച്ചി തെരുവിൽ തൈവിളാകം വീട്ടിൽ സലീം വാഹിദ്, അവരാണ് സാക്ഷി ഒപ്പിട്ടേക്കുന്നത്. എനിക്കറിഞ്ഞൂടാ ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഇതിൽ സാക്ഷി ഒപ്പിടാമെന്നും അറിഞ്ഞൂടാ. പക്ഷേ എൻ്റെ ഒന്നും ഒരു അല്ല, എൻ്റെ പക്കത്ത് നിന്ന് സാക്ഷിയോ മറ്റാരും ഇല്ല. ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ വേണമെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം ഒരു അവസ്ഥ എന്താണ് ഇപ്പം ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇത് ഉള്ള മീൻ തന്നെ നശിച്ചു പോകുന്നു. ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും ഇതിൽ ഇനി നവത്തണമെങ്കിലും ലക്ഷങ്ങൾ വേണം. ഈ മണ്ണെല്ലാം ഞാൻ എടുത്ത് 2 സെൻറ്റ് വീതമുള്ള ഒരു 1.5 മീറ്റർ താഴ്ചയുള്ള കുളങ്ങളാണ്. ഇത് ഇനി നിവർത്തണമെങ്കിലും എത്രയെങ്കിലും ലോഡ് മണ്ണ് വേണം. ഈ ഇത്രയും എക്യുപ്മെൻറ്റ് വേസ്റ്റാവും.
പിന്നെ ഈ ടാർപ്പ 25,000-30,000 രൂപയുള്ള ടാർപ്പുകൾ വേസ്റ്റാകും. അപ്പോൾ ഈ ഒരുപാട് നാശനഷ്ടം. എനിക്ക് ഇനിയും ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപ ചിലവാക്കിയാലേ ഇത് കുളം നികത്തി എനിക്ക് എന്തെങ്കിലും ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. ആ സിറ്റുവേഷനാണ്. അത് പോയിട്ട് എൻ്റെ ഇനിയിപ്പോൾ ഒരു പൈസയും ഇതിനു വേണ്ടി ചിലവാക്കാൻ ഇല്ലാത്ത രീതിയിലാണ് എൻ്റെ ഒരു സ്ഥിതി. ഇപ്പം ഇനി എന്ത് ചെയ്യണം എന്ന് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയാൻ പറ്റാത്ത കണ്ടീഷനാണ്. കാരണം ഇത് വീണ്ടും ഇത് ഓപ്പൺ ചെയ്യണമെങ്കിലും ഇവരെന്നെ സഹായിക്കണം നല്ല രീതിയിൽ. ഫിഷറീസ് വകുപ്പ് ഇപ്പൊ എന്താണ് പറയുന്നത്? ഫിഷറീസ് വകുപ്പ് കൈയൊഴിഞ്ഞല്ലോ. കൈയൊഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിതൊക്കെ തന്നിട്ട് അവരുടെ ഭാഗം ക്ലിയറാണ്. ഇപ്പോൾ ഇവരാണ് എടുത്തേക്കുന്നത് എന്നാണ് പറയുന്നത്. അവരാണ് പൈസ വാങ്ങിച്ചേക്കുന്നതും. ഈ പൈസ വാങ്ങിച്ചതിന് റെക്കോർഡുണ്ട്. പൈസ ആരാണ് വാങ്ങിച്ചത്, ആരാണ് ഇതിൽ ഒപ്പിട്ട് കൊടുത്തത്, അതിൻ്റെ സമയം, ഡേറ്റ്, യാതെല്ലാം ബാങ്കിലാണ് പോയിട്ടുള്ളത്. സംശയം, ഇവിടെ ചേട്ടൻ തുടങ്ങിയ ഈ കുളത്തിന്റെ വരുമാനം അല്ലെങ്കിൽ അതിന്റെ സബ്സിഡി മറ്റൊരാളിൽ എങ്ങനെ പോകുന്നുള്ളതാണ്. പോകുന്നു എന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലീസിനെടുത്തു. ഈ കുളം എൻ്റെ കുളം ഞാനറിയാതെ അവർ ലീസിനെടുത്തു. ലീസിനെടുത്ത രേഖ ഉണ്ടാക്കി, ഡോക്യുമെൻ്റ് അവരുണ്ടാക്കി, അതാ ഈ അവിടെ ഫിഷറീസിൽ സബ്മിറ്റ് ചെയ്ത്, പിന്നെ അതിൻ്റെ അകത്തിരിക്കുന്നവർക്ക് അവരും ഇവർക്ക് നല്ല സ്വാധീനം ഉള്ളതുകൊണ്ട് എല്ലാം ഒന്നും നോക്കാതെ അവർ ഒപ്പിട്ട് കൊടുത്ത് പിന്നെ ഇവിടെ നിന്ന് ഇതിൻ്റെ കൂടെ നിന്നവർ അവരും ഒപ്പിട്ട് കൊടുത്ത് ഇതിന് നമുക്ക് കുഴപ്പമില്ല, ഇത് ശരിയാണെന്ന് പറഞ്ഞായിരിക്കുമല്ലോ ഒപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ പേരുകൾ ഇതാണ്. ഒന്ന് കോർഡിനേറ്ററുടെ പേര് സിദ്ദിഖ്, പിന്നെ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് ഒരു ഗീത എം, അക്വാകൾച്ചർ കോർഡിനേറ്റർ, അതും പിന്നെ ഒരു കൃഷ്ണകുമാരി, ഒരു ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ നിബിൻ ഒ. അങ്ങനെ 4 പേരാണ് ഇതിലുള്ളത്. പക്ഷേ ഈ കുളം എല്ലാം മൂടാനും വയ്യ, നമുക്കിപ്പോൾ നടത്തിക്കൊണ്ടു പോകാനും പറ്റില്ല, മൂടാനും പറ്റാത്ത രീതിയിലാണ്. കാരണം ഇനി ഫിഷറീസ് എന്ന് ഇതെല്ലാം ക്ലിയർ ചെയ്ത് തന്നാലേ ഇത് മുന്നോട്ട് പോകാം. ഏകദേശം 7-8 ലക്ഷം രൂപ ഈ ഇതിനു വേണ്ടി മുടക്കുകയും ചെയ്ത് നഷ്ടത്തില 8 ലക്ഷമല്ല 10 ലക്ഷത്തോളം ആയി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇത് കിടക്കുമ്പോഴും ഞാൻ ഇതിൻ്റെ സംരക്ഷകനാണ്. കാരണം ഇത് പരിസ്ഥിതി മലിനീകരണത്തിന് സാധ്യതയുണ്ട് ഇതിൽ. അപ്പോൾ ഇപ്പോഴും ഞാൻ വെള്ളം അടിച്ച് മാറ്റണം, അല്ലെങ്കിൽ കൊതുക് പെരുകയും മറ്റുള്ളവർക്ക് അത് ശല്യമായിട്ട് മാറും. അപ്പോൾ ഞാനിതിൻ്റെ വെള്ളം അടിച്ച് മാറ്റിയതിന് ശേഷം പുതിയ വെള്ളം അടിച്ചിടേണ്ടി വരും. ഇട്ടില്ലെങ്കിൽ എന്നെ ആൾക്കാർ ഇവിടെ നിർത്തൂല. അപ്പം ആ ഒരു പ്രക്രിയയും പിന്നെ ഇത് അങ്ങനെ നോക്കാതിരിക്കാനും പറ്റില്ല. ഇതിൻ്റെ അകത്ത് ഉന്നത അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ആ പ്രശ്നമാണ്. അപ്പം എനിക്കിപ്പോഴും ഇതിൽ ജോലിയുണ്ട്. ഈ വെള്ളം മാറ്റുക, വെള്ളം അതിന് സ്ഥലം കണ്ടുപിടിക്കണം, വെള്ളം എവിടെ അടിച്ചിടണം എന്നൊക്കെ ഉള്ള സ്ഥലങ്ങൾ കണ്ടുപിടിക്കണം. ഇപ്പോഴും എൻ്റെ കറണ്ട് യൂസ് ആവുന്നുണ്ട് ഇതിനു വേണ്ടി. പഞ്ചായത്ത് കമ്മിറ്റികൾ ഉൾപ്പെടെ ഈ ഒരു ഫിഷറീസ് വകുപ്പിന്റെ ഒരു തട്ടിപ്പ് അത് ചർച്ചയായി എന്ന് പറഞ്ഞു. അപ്പോൾ അതിലെന്തെങ്കിലും നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? പഞ്ചായത്തിൽ ഈ വിഷയം വളരെ ശക്തമായി തന്നെ ഒരുപക്ഷെ പ്രതിപക്ഷ മെമ്പർമാർ ഈ വിഷയം ഉന്നയിക്കുകയും അത് വളരെ രീതിയിൽ ചർച്ച ചെയ്യുകയും അന്വേഷണം നടത്തിയതിൽ ഒരാളെ ഇതുമായി ബന്ധപ്പെട്ട കൃത്രിമം നടത്തിയെന്ന ബോധ്യം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പഞ്ചായത്ത് പുറത്താക്കി. അതൊരു താൽക്കാലിക ജീവനക്കാരനായിരുന്നു, അവിടുത്തെ സ്ഥിരം ജീവനക്കാരനല്ല. ഒരു താൽക്കാലിക ജീവനക്കാരന് ഇത്ര രൂപയ്ക്ക് അഴിമതി നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അദ്ദേഹം മാത്രം വിചാരിച്ചത് കൊണ്ട് മാത്രമല്ല, ഫിഷറീസ് വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി പങ്കുണ്ട്. അതാണ് ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത്. ഇദ്ദേഹത്തിനെതിരെ നടപടി പൂർത്തീകരിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട അഴിമതികൾ അന്വേഷിക്കാൻ എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എന്നുള്ള ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അല്ല, ഒരാളിനെ പുറത്താക്കിയതുകൊണ്ട് മാത്രം ആ ഒരു കുറ്റം ഇല്ലാതാവുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഇരകളായ ആൾക്കാർക്ക് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അവർക്ക് അതിനുള്ള നടപടി ഇല്ലേ വേണ്ടത്?
യഥാർത്ഥത്തിൽ വേണ്ടത് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിച്ച് ഈ പാവപ്പെട്ട പ്രവാസ ലോകത്ത് നിന്ന് കടന്നു വന്ന് ഇത്തരം ചതിക്കുഴിയിൽപ്പെട്ടവർക്ക് അവർക്ക് ഗവൺമെന്റ് കിട്ടേണ്ട സബ്സിഡി അടിയന്തരമായി വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ് ചെയ്യേണ്ടത്. പക്ഷെ ഒരു ഉദ്യോഗസ്ഥനെ അവിടുത്തെ താൽക്കാലികമായിട്ട് ഉള്ള ഒരു ഉദ്യോഗസ്ഥനെ പുറത്താക്കിയത് കൊണ്ട് ഇത് പാവപ്പെട്ടവർക്ക് നീതി ലഭ്യമാകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഇതൊരു അന്വേഷണം, സമഗ്ര അന്വേഷണം നടത്തണം. ഇത് ഒരു പക്ഷേ ഒരു വാർഡിലോ ഒരു പ്രദേശത്തോ അല്ലെങ്കിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇത് മിക്കവാറും ഒരു വ്യാപകമായി നടന്നിട്ടുള്ള ഒരു അഴിമതിയാണ്. അതൊരു പക്ഷേ അതിൻ്റെ 1, 2 അല്ലെങ്കിൽ ഒരു 5, 6 തെളിവുകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇപ്പം 5, 6 പ്രവാസികൾ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളുമായി മുന്നോട്ട് പോകും. പക്ഷേ ഇതിൻ്റെ അന്വേഷണ വ്യാപ്തിയിൽ പോയാൽ ഇതിൻ്റെ ചതിയുടെ വ്യാപ്തി വളരെ വലുതാകും, അഴിമതിയുടെ വ്യാപ്തി വളരെ വലുതാകും. എന്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഫിഷറീസ് വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തുവാൻ ഈ ഡിപ്പാർട്ട്മെന്റ് തയ്യാറാകുന്നില്ല എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. ഒരുപക്ഷെ സിദ്ദിഖിന് വേണ്ടി വഴിവിട്ട എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് ഈ ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും. ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്തിട്ട് ശേഷമാണ് ഇത് നിർത്തിയത്. എന്നെക്കൊണ്ട് പിന്നെ അങ്ങോട്ട് തീറ്റ വാങ്ങിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലോട്ടായിപ്പോയി ഞാൻ. കാരണം ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കിയതിന് ശേഷവും അവർ എന്നെ സഹായിക്കാൻ അവർ ഈ ഇത്രയും പൈസ ഈ ഇന്ന കാലാവധിയിൽ അവർ വാങ്ങിക്കുമ്പോൾ വല്ലപ്പോഴും എനിക്കെങ്കിലും കൊണ്ട് തന്നിരുന്നെങ്കിൽ എനിക്കൊരു തിരി കുറച്ച് പൈസ തന്നിട്ട് ഇത് കണ്ടിന്യൂ നമ്മൾ തരാമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇത് അവസാനമായപ്പോഴത്തേക്ക് അവർ കൈവലർത്തി കളഞ്ഞു. അവർ പറഞ്ഞ് അത് നിങ്ങൾക്ക് ചെക്ക് തന്നിട്ടുള്ളൂ, നിങ്ങൾ ചെക്ക് വരുമ്പോൾ തരും എന്ന് പറഞ്ഞിട്ട് മര്യാദയില്ലാത്ത ഭാഷയിലായിരുന്നു അവർ സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ആണ് എനിക്കിത് നിർത്തേണ്ടി വന്നത്. കാരണം അവരിൽ നിന്ന് ഒന്നും കിട്ടാൻ സാധ്യതയില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് നിർത്തേണ്ടി വന്നു. അങ്ങനെ ഇപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാതെ ഇട്ടേക്കാണ്. ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം കുളങ്ങളിങ്ങനെ എല്ലായിടത്തും, ഇതിപ്പോൾ എൻ്റെ മാത്രം പ്രശ്നമല്ല. ഇതിപ്പോൾ ചെറിയെങ്കിലും ഒരു പാർട്ടിയുണ്ട്, എൻ്റെ ഒരു ബന്ധു. അപ്പം പുള്ളി അവർ വേറെ ആരും ഇതിൽ വന്നിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ ഈ ശരിയായിട്ടുള്ള കാര്യം മീഡിയയ്ക്ക് പങ്കുവയ്ക്കാനോ തയ്യാറല്ല. വിവരാവകാശ നിയമപ്രകാരം ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് എടുത്തപ്പോഴത്തേക്ക് അവർ 2,32,000 രൂപ കൈപ്പറ്റിയിട്ടുണ്ട്. അതിൻ്റെ സമയവും ഡേറ്റും എല്ലാം അവർ തന്നു കഴിഞ്ഞു. പിന്നെ ഇതിൽ ഒരു 40 പേജുള്ള ഡീറ്റെയിൽസുകൾ 50,000 രൂപയുടെ ബില്ല് ഒക്കെ ഇതിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ ബില്ലിനും 50,000 70,000 രൂപയൊക്കെ. ഈ തീറ്റ അവരെവിടെ കൊണ്ടിട്ടതെന്ന് എനിക്കൊരു പിടുത്തവുമില്ല. ഇത് ആരാണ് 39,000 രൂപ, പിന്നെ 49,000 രൂപ. ഇത്രയും തീറ്റ ഞാൻ 3 ലക്ഷത്തിൻ്റെ ബില്ല് ഞാൻ തീറ്റ കൊടുത്തു കഴിഞ്ഞു. കൊടുത്തപ്പോഴത്തേക്ക് അവർ അതങ്ങ് പറഞ്ഞിട്ട് പറഞ്ഞു, ഇത് നിങ്ങളെ പേരിന് തന്നിട്ട് കാര്യമില്ല, ഇത് ഈ നിജമേരെയും ഈ ഫിറോസ് ഖാൻ്റെയൊക്കെ പേരിന് തരണം, അത് നമ്മൾ ഉണ്ടാക്കിക്കോളാം, അത് നമ്മൾ വേറെ ഉണ്ടാക്കി അവിടെ സബ്മിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ അവർ തന്നെ വേറെ ബില്ലുകൾ ഉണ്ടാക്കി. ഇപ്പോൾ ഇത് തന്നെ എനിക്ക് തോന്നുന്നു 3-4 ലക്ഷം രൂപയുടെ ബില്ലുണ്ടെന്ന്, അതിൽ കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് എൻ്റെ എല്ലാത്തിൻ്റെയും രേഖയുണ്ട്. ഞാൻ തുടങ്ങി അന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും രേഖയുണ്ട് എൻ്റെ കയ്യിൽ. ഇലക്ട്രിക് ബില്ല്, വെള്ളം, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് സാധാരണ രീതിയിലുള്ളൊരു കുളമല്ല. ഇത് പടുതാക്കുളം എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആർട്ടിഫിഷ്യലാണ്. ഇത് സാധാരണ ഇവരിപ്പോൾ ഈ കരാറിൽ കാണിച്ചേക്കുന്നത് തന്നെ കുളം ലീസിനെടുത്തു എന്നുള്ളതാണ്. കുളം വേറെ, പടുതാക്കുളം വേറെ. പടുതാക്കുളം എന്ന് പറയുമ്പോഴത്തേക്ക് അത് നാച്ചുറലല്ല. നാച്ചുറലായിട്ട് എവിടെയെങ്കിലും ഒരു കുളം കിടക്കുന്നത് അല്ലെങ്കിൽ പാടത്തൊരു കുളം കിടക്കുന്നത് അതിനെയൊക്കെ നാച്ചുറൽ എന്ന് പറയുന്നത് എനിക്ക്. പക്ഷേ പടുതാക്കുളം എന്ന് പറയുമ്പോഴത്തേക്ക് ടാർപ്പയിടണം, ഈ സാധാരണ ഫുഡ് പോരാ അതിന്. അത് വേറൊരു സ്ഥലത്ത് താമസിക്കുന്നതാണ്. സാധാരണ മത്സ്യം പോരാ അതിന്. ഈ ഫുഡ് കഴിക്കുന്ന മത്സ്യങ്ങൾ മാത്രമേ ഈ പടുതാക്കുളത്തിൽ വളരുള്ളൂ. ഏതൊക്കെ മത്സ്യങ്ങളുണ്ട് വളർത്തിക്കൊണ്ടിരുന്നത്? ഞാൻ സിലോപ്പിയം, ആസാം വാളയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അതിനിവിടെ നല്ല ചിലവും ഉണ്ടായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത്, അല്ല അതിൽ ഫുഡിന് പൈസ കിട്ടില്ല. ഈ ഫുഡിൻ്റെ പൈസ ഇവർക്ക് കൂടുതൽ ഈ സബ്സിഡി കിട്ടാൻ വേണ്ടി മാത്രമാണ് അതങ്ങനെ ചെയ്യിച്ചത്. കാരണം ഇതിവിടെ ഓടാത്ത മത്സ്യമാണ് ഈ ബ്രാലെന്ന് പറയുന്നത്. ബ്രാലിന് 1 കിലോ ബ്രാലിന് 300-400 രൂപ കൊടുത്ത് ഇവിടെ ആരും വാങ്ങിക്കില്ല.
മറ്റേതാകുമ്പോഴത്തേക്ക് 1 കിലോയ്ക്ക് 100-150 രൂപയ്ക്ക് കൊടുത്താൽ എനിക്ക് മുതലാവുകയും ചെയ്യും, അതിനൊന്നും വലിയ പ്രശ്നങ്ങളുമില്ല. പിന്നെ ഈ ആസാം വാള വളർത്തുകയാണെങ്കിൽ അങ്ങനെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ആസാം വാള വളർത്തുമ്പോൾ ഇത്രയും ഫുഡിൻ്റെ ആവശ്യമില്ല, എയറേഷനും കൊടുക്കണ്ട. ഇതിനെല്ലാം കോസ്റ്റ്ലി ഫുഡാണ്. പിന്നെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എല്ലാം കറക്റ്റായിരിക്കണം, അല്ലെങ്കിൽ അത് ചത്തുപോകും. പിന്നെ ഇത് ബ്രാലിനെ വളർത്തുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ കവർ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ബ്രാല് ചാടും, എത്രയെങ്കിലും ഹൈറ്റ് മുകളിൽ ചാടി പുറത്തു പോകും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നെറ്റാണ് ഈ മുകളിൽ കാണുന്നത്. ഈ നെറ്റ് താന്നേ ഉള്ളൂ. ഇതിൻ്റെ അടിയിൽ മീനുണ്ട്. പക്ഷേ ഇറങ്ങി പിടിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാം ശരിയാക്കിയതിന് ശേഷമേ എനിക്കത് പിടിക്കാൻ പിടിക്കാനും പറ്റുള്ളൂ. പിന്നെ ഇനി ഇത് വൃത്തിയാക്കണമെങ്കിൽ തന്നെയും നല്ല പൈസ ചിലവാകും. ഇതിൻ്റെ നെറ്റെല്ലാം വേറെ വാങ്ങിച്ചിടണം. പിന്നെ ഇത് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിലും ഒരുപാട് പൈസയാവും. ഇത് ടാർപ്പയെല്ലാം കറക്റ്റായിട്ട് കഴുകി പുതിയ കുളം കണക്കാക്കിയാൽ മാത്രമേ ഇനി അതിൽ മീനിടാൻ പറ്റുള്ളൂ. പിന്നെ ഒരു പോണ്ടിൽ ചെറുതായിട്ട് മീൻ കൃഷി തുടങ്ങി. അപ്പം നമ്മൾ മീൻ കൃഷി തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തോടെ നിന്ന സമയത്താണ് പിന്നെ ഇങ്ങനെ ഇവിടുത്തെ പ്രൊമോട്ടറെ പരിചയപ്പെടുകയും ഇങ്ങനെ മീൻ കുഞ്ഞുങ്ങളെ തന്നു. ഇപ്പോൾ ആദ്യത്തെ വർഷം നമുക്കൊരു ചെറിയ കുളം ക്ലീൻ ചെയ്യുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു സഹായം കിട്ടിയിരുന്നു. അതിനുശേഷം പിന്നീട് 2-3 വർഷമായിട്ട് മീൻ കിട്ടി വേറൊരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്കൊരു ചെറിയ ടെൻഷൻ എന്താ വെച്ചാൽ, ഇപ്പം നമ്മളൊരിക്കലും അവരുമായിട്ട് പേഴ്സണലായിട്ട് സംസാരിച്ച് പിന്നെ ഉണ്ടായൊരു സാധനം എന്താ വെച്ചാൽ, നമ്മൾ ആധാർ ഇതൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ പ്രകാശൻ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല, പക്ഷേ പ്രകാശൻ്റെ അനുഭവം വെച്ച പ്രകാശൻ അന്വേഷിച്ച് ഇത് കണ്ടെത്തിയെന്ന് വെച്ചാൽ ഇത് അവരുടെ ഇത് അവരറിയാണ്ട് ലീസിന് കൊടുത്ത് ഇത് ചെയ്തിരിക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ആധാർ ഇത് കൊടുത്തിരുന്നു. ഞാനൊരു ഇങ്ങനൊരു ട്രൈബൽ വിഭാഗത്തിലുള്ള ആളാണ്. എനിക്കിപ്പോൾ ഇത്തിരി സർക്കാർ ഇത്തിരി ഇതുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഈ ഒരു സാധനം എന്തെങ്കിലും പോയിട്ടുണ്ടോ എന്നൊന്ന് അന്വേഷിക്കണം എന്നുണ്ട്. അതിനുള്ളൊരു ഇതായിട്ടാണ് ഞാൻ ഈ മീൻ കുഞ്ഞുങ്ങൾ തന്നിട്ട് പിന്നെ അതിനുള്ള ബാക്കിയുള്ള പ്രോത്സാഹനങ്ങൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? മീൻ തീറ്റ കിട്ടുകയോ? ഇല്ലില്ല. ആകെപ്പാടെ ഇത് തന്നിട്ടുള്ള കുളം ഇത് ചെയ്യുന്നതിന് മാത്രം, ക്ലീൻ ചെയ്യുന്നതിന് ആദ്യത്തെ ഒരു ഇത് സപ്പോർട്ട് മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം മീൻ കുഞ്ഞുങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 2-3 വർഷമായി വേറെ ഒരു സഹായം. ഈ സബ്സിഡിയും അതുപോലെ തന്നെ ഈ മീനിന്റെ ഫുഡും ഒക്കെ തരുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആദ്യം മീൻ വളർത്തുന്നതിനുള്ള സാഹചര്യം ചെയ്യുമെന്നാണ് പറഞ്ഞത്. പിന്നീട് വന്നപ്പോൾ ഈ മീനിന് ഇതൊന്നും കിട്ടൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കി നമുക്ക് വേറെ ഇപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളതിൽ വേറെ മീൻ കുഞ്ഞില്ല. ഇപ്പം ഞാൻ ബ്രാല് പോലെയുള്ളത് ചോദിച്ചാൽ, കാരണം നാച്ചുറൽ പോണ്ടാണ്, അതിനകത്ത് ആവശ്യത്തിന് ഫുഡുണ്ട്. അപ്പോൾ അതൊന്നും അത്തരത്തിലുള്ള കുളത്തിന് കിട്ടൂല. ഇത് നിങ്ങൾ കൃഷി ചെയ്ത് വിളവെടുത്തോ? ഇല്ല, വിളവെടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം മീനിന് ഗ്രോത്ത് ഇല്ല. ഇപ്പോഴും ചെറിയ ഇത് കിടക്കുന്നു. ഇപ്പോൾ കുളം നിറച്ച് മീനാണ്, പക്ഷേ നമുക്ക് ഉപയോഗപ്പെടുന്ന ഒരു ഇതിലേക്ക് ആയിട്ടില്ല. ഇത് വലിപ്പം വെക്കുന്നില്ല. അതിനുള്ള ഫുഡ് ഇതില്ല. നമ്മളിപ്പോൾ ഒരു ചെറിയ സ്ഥലം ലീസിന് എടുത്താണ് ചെയ്യുന്നത്. അതിൽ നിന്ന് അത്ര ഇതില്ല. പിന്നെ ഈ മീനിന് ഇത് കൊടുത്ത് അന്ന് അങ്ങനെ തീറ്റ കൊടുത്ത് വളർത്താനുള്ള ഒരു ഇത് ലീസ് ആ സ്ഥലത്തിന് നമ്മൾ അല്ലാതെ ഇത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലീസ് എമൗണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിന് ഈ മീൻ വളർത്തുന്ന അങ്ങനെ ഒരു കുളത്തിനായിട്ട് ഇത് എടുത്തിട്ടില്ല. പക്ഷേ എങ്കിലും മൊത്തത്തിൽ ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിന് ആദ്യത്തെ ഒരു വർഷം ഇപ്പം നമ്മൾ അതിൻ്റെ കാലാവധി കഴിഞ്ഞു. പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷവും കൂടി ഇതുണ്ടായിരുന്നു. അത് ആ മീൻ കിട്ടി, അത് നമ്മളിത് ചെയ്തു. പിന്നീട് അതിൻ്റെ ഒരു ആദ്യത്തെ ഒരു ഇത് കിട്ടിയതല്ലാണ്ട് പിന്നെ ഒരു മീൻ കുഞ്ഞുങ്ങളല്ലാണ്ട് വേറൊരു സപ്പോർട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ വളരുന്നുമില്ല. കാരണം അതിന് ആവശ്യത്തിന് ഫുഡ് കിട്ടണം. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഈ അടുത്ത വർഷം നമുക്ക് എന്തെങ്കിലും ഇത് സപ്പോർട്ട് കിട്ടും. അപ്പോൾ അടുത്ത ഇതിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ മീനാണ് ഇപ്പോൾ 2-3 തവണയും കിട്ടിയത്. അപ്പോൾ ഇതിന് വേറെ ഇതൊന്നുമില്ല, സ്കീമൊന്നുമില്ല, ഫണ്ടൊന്നും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ നമ്മളിനി അതോടെ പരിപാടി നിർത്തി. ഇപ്പോൾ കഴിഞ്ഞ വർഷം മുതൽ മീൻ കൃഷി വേണ്ടാന്ന് വെച്ച്. നമുക്ക് മുതലാവില്ല, വെറുതെ മീനുകളെ കൊണ്ട് അവിടെ ഇതാക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്കറിയാം, അവിടെ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരും ഇതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടവരും പാവപ്പെട്ട പ്രവാസികളായി മടങ്ങി വന്നവരെ വീട്ടിലും അല്ലെങ്കിൽ അവരുടെ പേരിടത്തും പടുതാക്കുളം നിർമ്മിച്ച് മത്സ്യം വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടികളിൽ ഏർപ്പെട്ടാൽ ഗവൺമെൻറ് സബ്സിഡി അടക്കമുള്ള ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഒരുവിധമുള്ള എല്ലാ പ്രവാസികളോടും ഇവർ പറയുകയുണ്ടായി. ഒരുപക്ഷേ മത്സ്യബന്ധന ഉദ്യോഗസ്ഥർ തന്നെ ഇത് പറയുമ്പോൾ അത് വിശ്വാസത്തിലെടുത്ത് പാവപ്പെട്ട പ്രവാസികളായി പ്രവാസ ലോകത്തു നിന്ന് മടങ്ങി വന്നവർ ഇത്തരത്തിലുള്ള സംരംഭങ്ങളുമായി മുന്നോട്ട് പോകാൻ അവർ തയ്യാറാകുകയാണ്. നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലായത് ഒട്ടനവധി പേർ ഈ ചതിയിൽപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ മൗന അനുവാദത്തോടു കൂടി ഇവരെ കൊണ്ട് എല്ലാവിധ നിർമ്മാണ പ്രവർത്തികളും പൂർത്തീകരിച്ച്
ഇവരിൽ നിന്നും എല്ലാ രേഖകളും കൈപ്പറ്റിയതിനു ശേഷം പിന്നീട് സബ്സിഡി ഇനത്തിൽ കിട്ടേണ്ട തുക ഒരുപക്ഷേ ഈ പാവപ്പെട്ട പ്രവാസികളായി മടങ്ങിയെത്തിയവരുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇവർ അന്വേഷിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവരുടെ പ്രമാണവും മറ്റു കാര്യങ്ങളും വെച്ച് പ്രോജക്റ്റ് തയ്യാറാക്കിയതിന് ശേഷം ഈ അക്കൗണ്ട് നമ്പരും ആയി വെക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഈ ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ആയ പേരിലാണ് ഇവർ അത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിന് ലഭിക്കുന്ന സബ്സിഡികൾ മുഴുവനും ഈ പാവപ്പെട്ടവർക്ക് കിട്ടാതെ മറ്റുള്ളവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇത് അന്വേഷണത്തിൽ മനസ്സിലായ ഒരുപക്ഷെ ഇതിൽ ചതിയിൽപ്പെട്ടവർ തന്നെ വിവരാവകാശ നിയമപ്രകാരം അവർ അന്വേഷിച്ച് അതിൻ്റെ കണ്ടെത്തലുകൾ കണ്ടെത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഈ വിഷയം ഇതിനു മുമ്പും ഉയർത്തിക്കൊണ്ടുവന്ന് ചിലങ്കി ഗ്രാമപഞ്ചായത്തിനകത്ത് നമ്മൾ ഒട്ടനവധി വിഷയങ്ങൾ ഉന്നയിച്ചതുമാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പഞ്ചായത്തിനകത്ത് ഉൾപ്പെടെ ഒട്ടനവധി പേർ ചതിക്കപ്പെടുന്നുണ്ട്, സമീപ പഞ്ചായത്തുകളിലും ഒട്ടനവധി പേർ ചതിക്കപ്പെടുന്നു എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചു. പക്ഷേ ചില ഉദ്യോഗസ്ഥരുടെ മൗനാനുവാദം ഇപ്പോഴും ഈ ചതിയിൽ ഏർപ്പെടുന്നവരെ വീണ്ടും വീണ്ടും കുരുക്കിലാക്കിക്കൊണ്ടിരിക്കുക. ഇവർ ബന്ധപ്പെട്ട രേഖകൾ വീണ്ടും ഹാജരാക്കുമ്പോൾ പറയുന്നത് നിങ്ങൾക്കുള്ള സബ്സിഡി തുക ഇതിനു മുമ്പ് മറ്റുള്ള അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഇത് ഒരു അന്വേഷണം നടത്തി ഇതിന് കുറ്റക്കാരായിട്ടുള്ളവരെ അടിയന്തരമായി കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റിനുണ്ട്. ഇത് സംബന്ധിച്ച ഒട്ടനവധി ആക്ഷേപങ്ങളാണ് നമ്മുടെ പ്രദേശങ്ങളിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ് ഈ പാവപ്പെട്ടവർ ഒട്ടനവധി പേർ പരാതി ഇതിനകം തന്നെ കൊടുത്തു കഴിഞ്ഞു. പക്ഷേ ഒരന്വേഷണവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തുകൊണ്ട് ഉദ്യോഗസ്ഥർ അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ല? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറഞ്ഞ മുഴുവൻ തിരിമറികളിലും ഈ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. പാവപ്പെട്ടവരെ പറ്റിച്ച് അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ മറ്റുള്ളവർ തട്ടിക്കൊണ്ടു പോകുമ്പോൾ അതിൻ്റെ തെളിവ് സഹിതം ഈ പറഞ്ഞ പ്രവാസ ലോകത്ത് നിന്ന് മടങ്ങിയെത്തിയ കർഷകർ തെളിവ് സഹിതം ഹാജരാക്കിയിട്ട് പോലും അവർക്കെതിരെ ഒരു നടപടിക്രമങ്ങളും അല്ലെങ്കിൽ നടപടിയോ സ്വീകരിക്കാൻ ഇന്നുവരെ തയ്യാറാകാത്തത് ഒരുപക്ഷെ ഇത് സംശയം ജനിപ്പിക്കുന്നതാണ്. ഉന്നത ഉദ്യോഗസ്ഥർക്കും ഇതിനകത്ത് കൃത്യമായി ബന്ധമുണ്ട്, ചിലപ്പോൾ രാഷ്ട്രീയ ബന്ധവും ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇത് സമഗ്ര അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ മുന്നോട്ട് പോകണം, കുറ്റക്കാരെ അടിയന്തരമായി കണ്ടെത്തണം. അതല്ല എങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയങ്ങൾ വീണ്ടും പഞ്ചായത്ത് കമ്മിറ്റികൾ ചർച്ചയാക്കി വലിയ പ്രക്ഷോഭ പരിപാടിയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും എന്നുള്ളതിൽ ഒരുവിധ തർക്കവുമില്ല. ഈ പ്രവാസ ലോകത്ത് നിന്ന് മടങ്ങിയെത്തിയവരെ അവരിൽ നിന്ന് ആദ്യം തന്നെ ഒരുപക്ഷെ കൈക്കൂലിയായി ആദ്യം തന്നെ തുക ആവശ്യപ്പെടുക, എന്നിട്ടാണ് അവർക്ക് കൊണ്ട് ഈ പ്ലാനുകൾ തയ്യാറാക്കുന്നത്. പാവപ്പെട്ടവർ ഇത് വിശ്വസിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് അവർ ഇതുവരെ കരുതലായി വെച്ചിരുന്ന തുക മുഴുവനും എടുത്ത് ഇത്തരത്തിലുള്ള പടുതാക്കുളങ്ങളും നിർമ്മിച്ച് ഈ മത്സ്യ കൃഷി നടത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യവും ഒരുക്കിയതിനു ശേഷം അവർ വഞ്ചിക്കപ്പെടുകയാണ്. പക്ഷേ കൃത്യമായ അന്വേഷണം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. ആ അന്വേഷണം കൃത്യമായ രീതിയിൽ നടന്നില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടിയുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഗവൺമെൻറ് നിരവധി പദ്ധതികളാണ് കൊണ്ടുവരുന്നത്. എന്നാൽ പലപ്പോഴും ഉദ്യോഗസ്ഥലത്തിൽ ഇത് അട്ടിമറിക്കപ്പെടുന്നുണ്ട്. ഇവിടെ സംഭവിച്ചതും അതുതന്നെയാണ്. കുറ്റക്കാരെ കണ്ടെത്തി ഗവൺമെൻറ് മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് നമ്മുടെയും പ്രതീക്ഷ. ഞാനിവിടെ ചോദിക്കാൻ പൂർത്തിയാകുന്നു. നമസ്കാരം.